പ്പെട്ട പാവപ്പെട്ട അമ്മപെങ്ങന്മാരുണ്ടായിരുന്നു. ഇന്ന് ടിപ്പു സുൽത്താനെ തീവ്രവാദിയാക്കുന്ന പലവന്മാരുടെയും അമ്മപെങ്ങന്മാർക്കെന്ന് നാണം മറയ്ക്കാൻ തുടി കൊടുത്തത് ടിപ്പു സുൽത്താനാ. ഇതൊക്കെ ഒരു ചരിത്രം അവിടെ ഇരിക്കട്ടെ. ഈ ചരിത്രങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും ഡൽഹി ജുമാ മസ്ജിദിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നാൽ അവിടെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളുടെ മുന്നിൽ പാവപ്പെട്ട കുറെ മുസ്ലിമീങ്ങൾ ഇരിക്കുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറെ പാവങ്ങൾ ഇരിക്കുക, തലയെ കെട്ടുകൊണ്ട് ജുബ്ബയും പൈജാമയും മുഷിഞ്ഞു നാറിയ വേഷവും വീടിയും വലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഹോട്ടലിന്റെ മുമ്പിലുമുണ്ട്. ഒരാളോട് അന്വേഷിച്ചു, എന്തിനാ അവിടെ ഇരിക്കുന്നത്? അപ്പോഴാ പറഞ്ഞത്, അതെ, അക്ബറിന്റെയും ഹുമയൂണിന്റെയും ഷാജഹാന്റെയും ജഹാംഗീറിന്റെയും ഔറംഗസീബ് ആലംഗീരിയുടെയും ഒക്കെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഡൽഹിയുടെ തെരുവോരങ്ങളിൽ അവരുടെ അനുയായികളായ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഹോട്ടലിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ ഹോട്ടലിലേക്ക് വന്ന് കഴിച്ചിട്ട് പോകുന്ന ആളുകൾ അവരുടെ പ്ലേറ്റിൽ ബാക്കി വെച്ചിരിക്കുന്ന ചെമ്മരിയാടിന്റെ ഇറച്ചി കഷണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ പരിപരുത്തതായ തന്തൂരി റൊട്ടിയുടെ ഒരു കാൽ കഷണം ഉണ്ടാകും. പ്ലേറ്റ് കഴുകാൻ എടുത്തുകൊണ്ടുപോകുന്ന കൂലിപ്പണിക്കാരൻ പയ്യൻ അതിങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അഴുക്ക് ജാലകളിൽ പട്ടികൾ ഇറച്ചി കഷണത്തിന് വേണ്ടി കടിപിടികൂടുന്നത് പോലെ ഈ ഹോട്ടലിന്റെ മുന്നിലിരിക്കുന്നവർ കടിപിടികൂടും. ഒരു കഷണം റൊട്ടിക്ക് വേണ്ടിയിട്ട് വല്ലവനും കഴിച്ചിട്ട് ബാക്കി വെച്ച എച്ചിൽ തുള്ളിന്റെ അംശമുള്ള ഇറച്ചി കഷണത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങൾക്ക് വിശപ്പിൽ നിന്ന് മോചനം നൽകേണ്ടെന്ന പണം ഉപയോഗിച്ച് സംവാദവും വാദപ്രതിവാദവും നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കുന്ന സംഘടനാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായി ചമഞ്ഞ് നടക്കുന്നവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ട് സാഹോദര്യം നമുക്കുണ്ടാകട്ടെ. ഈ സമൂഹം നേരിടുന്നതായ പ്രശ്നം സർവ്വതും നമ്മുടെ സഹോദരങ്ങളാണ്. അതേ എന്റെ സഹോദരങ്ങളെ, വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ സൈനുൽ ആബിദും നമ്മുടെ സഹോദരനാ, അബ്ദുൽ ശുക്കൂറും നമ്മുടെ സഹോദരനാ, സൈനുദ്ദീനും നമ്മുടെ സഹോദരനാ, ഷഫീഖും അഷ്കറും നമ്മുടെ സഹോദരങ്ങളാ, ബഹുമാന്യനായ ചെമ്പരിക്ക കാളിയായ സിഎം ഉസ്താദും നമ്മുടെ സഹോദരനാ. ഒരു പണ്ഡിത വരേണ്യനാ. അവിടെ സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരാ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് കഴിയട്ടെ. എന്തുകൊണ്ട് പറ്റുന്നില്ല? സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു എന്താണെന്നറിയോ? നിൽക്കേണ്ടുന്ന പോലെ സാഹോദര്യത്തോടെ നിന്നാൽ ഒരു പള്ളി ഇവിടെ പൊളിക്കപ്പെടില്ല എന്നാ. ഒരു പള്ളിയും പൊളിക്കപ്പെടില്ല. ഖുർആനിന്റെ വാഗ്ദാനമാ. ജനങ്ങളെ, നിങ്ങളൊക്കെ ഒന്നു ചേർന്ന് നിന്ന് പ്രതിരോധിക്കേണ്ട രീതിയിൽ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ ഒരു പള്ളി ഇവിടെ പൊളിക്കപ്പെടില്ലായിരുന്നു. അതിരി മസ്ജിദ് ആർക്കാ പ്രശ്നം? ഡിസംബർ 6 പോപ്പുലർ പരിപാടി നടത്തും, ഒരു പരിപാടി നടത്തും, ഒരു പരിപാടി നടത്തും. ബാക്കിയുള്ളവർക്കൊന്നും തങ്ങിട്ട് പൊക്കോട്ടെ. അള്ളാന്റെ പള്ളിയല്ലേ, നമ്മുടെ പള്ളിയല്ലേ. സ്വന്തം പള്ളി പൂട്ടിയിട്ട് ആ വർഷങ്ങളോളം കേസെടുത്തുക. അള്ളാന്റെ പള്ളി 420 വർഷം ഇമാം ജമാഅത്തോടുകൂടി നിസ്കാരം നടന്ന ഇന്ത്യ രാജ്യം കണ്ട മതേതരവാദിയായ ചക്രവർത്തി മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ പണിഞ്ഞൊരു പള്ളി. അതങ്ങട്ട് വീതം വെച്ചെടുത്തോട്ടാരെങ്കിലും ഒക്കെ നമ്മുടെ കാര്യമാണോ? എന്തേ പടച്ചവൻ പറഞ്ഞ സാഹോദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ലായിരുന്നു. നിരപരാധികളൊന്ന് ജയിലിൽ കിടക്കുകയല്ലേ. എന്തേ സാഹോദര്യം? എന്താ ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ എന്താ? തുമ്മി അൽഹംദുലില്ലാഹ് റഹ്മക്കല്ലാ പറയാ, സലാം പറയാ, മരിച്ചാൽ കാണുക, കഴിക്കാൻ വെച്ചാൽ പോവുക, അത്രയുള്ളൂ. അതാണ് ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം. അത് തന്നെ ഇപ്പൊ ഇല്ല. സലാം പറയാതെ അങ്ങോട്ട് സലാം പറഞ്ഞാലും വരവ് വെച്ചിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. സലാം മടക്കാനുള്ള ഒരു ഇതുപോലും ജുബ്ബയ്ക്ക് ചില വെക്കം കൂടിയ ആളാണ്. ഞാനിപ്പോ ഒരാളോട് സലാം പറഞ്ഞ നടക്കുന്നത് പുതിയാണല്ലോ. കാസിമി ഉണ്ടോ, വലിയ പഠിച്ച സംഘമാണ്. ഫ്രണ്ടിന്റെ സ്റ്റേജിൽ വന്ന മുട്ടം തീവ്രവാദിയായി. അവരുടെ സലാം നോക്കല് തന്നെ പ്രശ്നമാണെന്നാ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തേ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിനുള്ള ബാധ്യത അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. ബുഖാരി റിവായത്തിൽ ഏതാ? എന്തു വന്നാലും സ്വഹീഹായ ഹദീസ് വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണം വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക്, സുന്നത്ത് ജമാഅത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമല്ലേ സഹീഹുൽ ബുഖാരി? ആ സഹീഹുൽ ബുഖാരിയിലെ സ്വഹീഹായ ഹദീസ്, അൽബാനി തപ്പിയൊന്നും ആരും പോകണ്ട, സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ ഫുഖു അൽ ആനി യഅനി അൽ അസീർ, നിരപരാധികളായി കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക.
അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണിയാണ്, അത് സോളിഡാരിറ്റിയുടെ പണിയാണ്, അത് PDPയുടെ പണിയാണ്. ഈ 3 കൂട്ടരെങ്കിലും ഒന്നിച്ച് നിന്നാൽ മതിയായിരുന്നു. അതുമില്ലല്ലോ. നമ്മളൊന്ന് ചിന്തിച്ച എന്താ നമുക്ക് പറ്റാത്തത്? നിരപരാധികൾ ആയിരങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട് UAPയും ജാടയും ബോട്ടയും പോലെയുള്ള കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പെട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഏതൊരു കർണാടകയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു അതേ കർണാടകയുടെ മണ്ണിൽ നിന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ കാരാഗൃഹത്തിൽ നിരപരാധികളായി കിടക്കുന്ന മുസ്ലിമിനെ മോചിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അതനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല? അതൊരു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തത്തക്ക രീതിയിൽ ഉയർന്നു വന്നതായ മഹാനായ ഇമാം ഖുർത്തുബി രചിച്ചതായ തഫ്സീറുൽ ഖുർത്തുബിയിൽ പോലും ഒരു നിരപരാധി ജയിലിൽ കിടന്നാൽ മുസ്ലിം സമൂഹം മുഴുവൻ പണം കൊടുത്തിട്ടായാലും അവരെ മോചിപ്പിക്കണമെന്ന് ഇമാം ഖുർത്തുബി പറഞ്ഞത്. വാദപ്രതിവാദങ്ങൾക്ക് ഖുർത്തുബിയെ പൊട്ടിപ്പിടിച്ചോണ്ട് വരുന്നവർക്ക് എന്തേ ഇവിടെ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹി മറന്നുപോയത്? എന്തേ സലഫിയായ തഫ്സീർ എന്ന ഗ്രന്ഥം രചിച്ചതായ അബ്ദുല്ലാഹിൽ ജാഹിർ ജസാഇരി റഹ്മഹുല്ലാഹി മറന്നുപോയത്? എന്തേ നമ്മളൊക്കെ മറന്നുപോയത്? അല്ലേ? എന്ന് ദുആ ചെയ്യാൻ പോലും വയ്യ. മഅദനിക്ക് വേണ്ടി ദുആ ചെയ്താൽ തീറാദല്ലേ? നാലാത്തുള്ള സഹോദരങ്ങൾക്ക് ദുആ ചെയ്താൽ തീറാദല്ലേ? ഷാദിലിക്കും ശിബിലിക്കും ദുആ ചെയ്താൽ തീവ്രവാദമല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി സാഹോദര്യത്തിന്റെ പള്ളിയാ, അതുകൊണ്ട് അവിടെ ഒരു തീവ്രവാദമായിരുന്നില്ല. സ്വഹീഹായ ഹദീസുണ്ട്, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി ഇമാം ഒരു സംഘടനയുടെ ആളായിരുന്നില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലായ ഇമാം ഇശാ നമസ്കാരം നടക്കുക, റുകൂഇലേക്ക് പോയി ഇഅ്തിദാലിലേക്ക് വന്നു. ശേഷം റസൂൽ സുജൂദിൽ പോയില്ല. മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് 2 കൈകളും പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ വിതുമ്പുന്ന ഹൃദയത്തോടെ അതിലേറെ വിങ്ങുന്നതായ ശരീരത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, യാ അല്ലാഹുമ്മ നജ്ജി വലീദ ബന വലീദ്, അല്ലാഹുമ്മ നജ്ജി യാശ ബന റബീഅ, അല്ലാഹുമ്മ നജ്ജി സലമത ബന ഹിശാം, അല്ലാഹുമ്മ നജ്ജി മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. അതേ മക്കയിലെ ജയിലറകളിൽ നിരപരാധികളായി കിടക്കേണ്ടി വന്ന വലീദിന്റെ മകൻ വലീദിന്, റബീഅയുടെ മകൻ അയ്യാശിന്, ഹിശാബിന്റെ മകൻ സലമയ്ക്ക് പേരെടുത്ത് ദുആ ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ. എന്തേ? കർണാടക ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നില്ല. ഇസ്ലാമിലെ സാഹോദര്യത്തെ തിരിച്ചറിഞ്ഞില്ല നമ്മൾ. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. ഇനിയെങ്കിലും നമുക്ക് കഴിയട്ടെ. അല്ലാഹ് ചോദിച്ചില്ലേ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. മോചനത്തിന് വേണ്ടി പടച്ചതമ്പുരാന് വേണ്ടി കരഞ്ഞ് കീഴപേക്ഷിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് സമര രണാങ്കണത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല? ഇതൊരു നീതിയുടെ വക്താക്കളുടെ ഭാഗമാണ്. മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് കഴിയട്ടെ, സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻഗാമികളുടെ ചരിത്ര പാരമ്പര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടത്, സാഹോദര്യത്തോടെ കഷ്ടപ്പെട്ടത് ഈ രാജ്യത്ത് സ്വസ്ഥമായ ഒരു ജീവിതത്തിലാണെങ്കിൽ, അധികാരികളുടെ മുന്നിൽ അടിപതറാതെ സാഹോദര്യം ഉറക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പെരുമാറിയെങ്കിൽ, അതിനുവേണ്ടി അവർ ജീവിച്ചുവെങ്കിൽ, ആ മഹത്തുക്കളായ മുൻഗാമികളുടെ പാരമ്പര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമൈർ ഇബ്നു ഹുബൈറത്ത് പോലെയുള്ള അധികാരികളുടെ മുന്നിൽ മുട്ടുമടക്കാതെ സത്യത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തി വർഷങ്ങളോളം തടങ്കൽ പാളയങ്ങളിൽ കുറ്റം തെളിയിക്കപ്പെടാതെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവസാനം ലോകകപ്പ് മർദ്ദനത്തിന്റെ പേരിൽ ഷഹാദത്ത് വരിക്കേണ്ടി വന്ന മഹാനായ ഇമാം അൽ-അഅ്ലം അബൂ ഹനീഫത്ത് റഫീ റഹ്മഹുള്ളാഹിയുടെ പിൻഗാമികളായ ഞാനും നിങ്ങളും അധികാരികളുടെ മുന്നിൽ മുട്ടുമടക്കാതെ അവരുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കൈകൾ രണ്ടും തളർന്നു പോകേണ്ടി വന്ന മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളാഹിയുടെ പിൻഗാമികളായ ഞാനും നിങ്ങളും, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളാഹിയുടെ പിൻഗാമികളായ ഞാനും നിങ്ങളും അധികാരിക്കെതിരെ ശബ്ദമുയർത്തിന്റെ മുന്നിൽ കൊലക്കയറിന്റെ മുന്നിലേക്ക് പോയി നിൽക്കേണ്ടി വന്ന മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശഫീഇ റഹിമഹുള്ളാഹ് മഹാനവറുകളുടെ പിൻഗാമികളായ ഞാനും നിങ്ങളും ഈ രാജ്യത്തെ കൊത്തി കർശനമാക്കാൻ വന്നതായ ബ്രിട്ടീഷ് പോർച്ചുഗീസ് പട്ടാളത്തിനെതിരെ പടകാകളും മുഴക്കിക്കൊണ്ടുവന്ന മഹാനായ ഷഹീദെ മില്ലത്ത് ഫതഹെ അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹിയുടെ പിൻഗാമികളായ ഞാനും നിങ്ങളും അതേ ഈ രാജ്യത്തെ സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് വേണ്ടി ഉലമാ മുഖത്തുക്കൾ മുന്നേക്ക് ഇറങ്ങി വരണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സഹാറ